പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നന്നായിരിക്കുന്നുവോ? എങ്ങനെയുണ്ട്? ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? രാവിലെ തോറും ദൈവം പുതിയ കൃപ നമുക്ക് തരുന്നു, നമ്മോട് സംസാരിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. അത്ഭുതവാനായ ദൈവമാണല്ലേ? ഈ പ്രഭാതത്തിലും ദൈവം നിങ്ങൾക്കൊരു വിശേഷപ്പെട്ട വാക്ക് നൽകിയിരിക്കുന്നു. ശരി, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലോ, പുറകിൽ വ്യത്യസ്തമായ മൃഗങ്ങളെയെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണോ? ഇംഗ്ലണ്ട് എന്ന രാജ്യത്ത് പലരും പട്ടണങ്ങളെയാണ് കാണിക്കാറുള്ളത്. ഇത് പട്ടണത്തിന് പുറത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമങ്ങളിൽ ഒരുപാട് വയലുകളുണ്ട്, പിന്നെ ഗ്രാമങ്ങളുമുണ്ട്. ആടുകളെയും പശുക്കളെയും കുതിരകളെയുമെല്ലാം വളർത്തുന്നുണ്ട്. അതിൽ ലാമാക്കൾ എന്ന് 2 വിധത്തിലുള്ള മൃഗങ്ങളുണ്ട്. പുറകിൽ കാണുന്നില്ലേ, അതാണത്. വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഒരുതരം ആടുകളാണിവ. നല്ല വലുപ്പമുള്ളവയാണ്. കുതിരയേക്കാൾ അല്പം ചെറുതായിരിക്കും. ഇവരെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ഇവയെ ഫാമുകളിലാണ് വളർത്താറുള്ളത്. ഈ മനോഹരമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിക്കുകയാണോ? യെശയ്യാവ് 43 അധ്യായം 2 വാക്യം. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നീ അഗ്നിയിലൂടെ നടക്കേണ്ടതായി വരും. അങ്ങനെ നീ നടക്കുമ്പോൾ അത് നിന്നെ ചുട്ടുകരിക്കില്ല, അത് നിന്നെ ബാധിക്കില്ല, നീ വെന്തുപോവില്ല. ആ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല, അത് നിന്നെ നശിപ്പിക്കുകയില്ല. നീ അതിലൂടെ കടന്നു വരുമെന്ന് ദൈവം പറയുന്നു. ഈ അഗ്നി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ നടുവിൽ കത്തിച്ചൊലിക്കുന്ന അഗ്നിയെക്കുറിച്ച് ഇത് പുതിയതായിരിക്കുന്നുവല്ലോ എന്ന് ഭ്രമിക്കരുത് എന്ന് പറയുന്നു. 1 പത്രോസ് 4 അധ്യായം 12 വാക്യത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കഷ്ടങ്ങൾ. നാം യേശുവിന്റെ നാമം കാരണം കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുണ്ടല്ലേ, അതാണ് അഗ്നി. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ അഗ്നിയിലൂടെ കടന്നു പോകുന്നു എന്ന് വേദവചനത്തിൽ പറയുന്നു. അതിനാൽ ഇന്ന് നിങ്ങൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നു. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഏതോ ഒരാൾ കാരണം നിങ്ങൾക്ക് കഷ്ടമുണ്ടായിരിക്കുന്നു. ആ കഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ തീയിലൂടെ നടന്നു പോകുന്നത് പോലെയുള്ള ഒരവസ്ഥ. നിങ്ങൾ പറയാറില്ലേ, തീയിൽ പെട്ടതുപോലെയുണ്ട് ബ്രദർ എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിലും ജോലിസ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ചിലർ സഭകളിൽ, ചിലർ ശുശ്രൂഷകളിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങൾ വെന്തു പോവുകയില്ല, നശിച്ചു പോവുകയില്ല, ഒന്നും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളത് കടന്നു പോകും. അഗ്നിയിലൂടെ നടക്കുമ്പോൾ അത് നിങ്ങളെ ചുട്ടെരിക്കില്ല, നിങ്ങൾ കടന്നു പോകും. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, ഒരാൾ കൂടെയുണ്ടെങ്കിൽ അത് സാധിക്കും. അതാരാണ് എന്ന് ചോദിക്കുകയാണോ? വേദപുസ്തകത്തിൽ ശദ്രക്, മേശക്, അബ്ദേനഗോ എന്നീ 3 പേർ ദൈവത്തിൽ ദൃഢതയോടെ നിന്നതുകൊണ്ട്, രാജാവിന്റെ പ്രതിമയെ നമസ്കരിക്കില്ല എന്ന് രാജാവിനോട് എതിർത്ത് നിന്നതുകൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. അഗ്നികുണ്ഡത്തെ 7 മടങ്ങ് ചൂടാക്കി അവരെ എറിഞ്ഞവര് പോലും തീജ്വാല കൊണ്ട് വെന്ത് മരിച്ചുപോയി. ഇവരെ തീയിലേക്കിട്ടില്ലേ? അവരെ കെട്ടിയിരുന്ന കയറുകൾ അഴിഞ്ഞ് തീക്കുള്ളിൽ AC ഹോളിൽ നടക്കുന്നത് പോലെ നടന്നുകൊണ്ടിരുന്നു. രാജാവ് നോക്കി, എന്തുപറ്റി? അഗ്നിക്കുള്ളിലും ഇവര് മരിച്ചില്ലല്ലോ. അഗ്നി കൊണ്ട് അവര് വെന്തില്ല, ഉല്ലാസത്തോടെ വോക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 പേരെയല്ലേ എറിഞ്ഞത്? 4-മനായി ഒരാളും കൂടി ഉണ്ടല്ലോ. അത് ദൈവദൂതനെ പോലെയുള്ള ഒരാളാണ്. ദൈവദൂതൻ തന്നെയാണോ എന്ന് നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ദൈവം പ്രവേശിച്ചു അഗ്നിക്കുള്ളിൽ. എന്റെ മക്കളെ അഗ്നിയിലിട്ടു അല്ലേ, ഞാനും കൂടെയിരിക്കുമെന്ന് പറഞ്ഞ്. ദൈവത്തെ അഗ്നി വിഴുങ്ങുമോ? കൂടെയിരിക്കുന്നവരെ അഗ്നി വിഴുങ്ങുമോ? വിഴുങ്ങില്ല. ജീവനോടെ അവര് 3 പേരും പുറത്തു വന്നു. കാരണം ദൈവം അവരോടൊത്ത് അഗ്നികുണ്ഡത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കടന്നു പോകുന്ന അഗ്നിയുടെ പാതയിൽ യേശു കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അഗ്നിജ്വാലയിലേക്ക് ഇറങ്ങുമ്പോൾ മാറിപ്പോകുമോ? യേശു കൂടെയുണ്ട്. നിങ്ങൾ ഇതിനെയും കടക്കും. ഈ പ്രശ്നം നിങ്ങളെ ബാധിക്കില്ല. ഈ പ്രശ്നം നിങ്ങളെ നശിപ്പിക്കില്ല. ഈ പ്രശ്നം കാരണം നിങ്ങൾ നശിച്ചു പോവില്ല. നിങ്ങൾ അതിനെ കടന്ന് ജീവനോടെ, ശക്തിയോടെ, മഹത്വത്തോടെ, പുതിയ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അഗ്നിജ്വാല നിങ്ങളെ ദഹിപ്പിക്കില്ല എന്ന് ദൈവം വാക്ക് തരുന്നു. വിശ്വസിക്കുമോ നിങ്ങൾ? വിശ്വാസത്തോടെ പറയൂ, ദൈവമേ, ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്. ഈ കഷ്ടപ്പാടും ഞെരുക്കവും ഉപദ്രവം എന്ന അഗ്നിയും എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഇതും കടന്നു പോകും. കാരണം യേശു എന്റെ കൂടെയുണ്ട്, എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ അത്ഭുത വാഗ്ദത്തത്തെ ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ